ഖുർആൻ പഠനം എന്നൊരു പേജ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇത് നമ്മൾ ഓരോ സുഹൃത്തുക്കളും ഒരു ജുസ് അതുപോലെ ആദ്യം ആമുഖമായിട്ട് ഖുർആൻ്റെ പ്രധാനപ്പെട്ട പല അറിവുകളും കൊടുക്കുന്ന അതിനെക്കുറിച്ചൊരു ആമുഖം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്കുകൾ, അതുപോലെ അതിൻ്റെ PDF-കൾ തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഖുർആൻ്റെ ചിഹ്നങ്ങൾ, അതുപോലെ നോക്കിയാൽ ഖുർആൻ്റെ ഫസ്റ്റ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ചിഹ്നങ്ങൾ, അപ്പോൾ അതിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതിൽ പോയി നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ ഓരോ സുഹൃത്തുക്കളും ആ സുഹൃത്തുക്കളുമായി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ യൂട്യൂബ് ലിങ്കുകൾ, അതിൻ്റെ പ്രഭാഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഒരായത്തുകളുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ബാക്കിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വേറെ സുഹൃത്തുക്കൾ അതുപോലെ ഖുർആൻ്റെ ഒരായത്തുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ ബാക്കിയൊക്കെ കുറേ സമയം സെറ്റാക്കുന്നുണ്ട്. ഖുർആൻ്റെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ നമുക്ക് ഒരു പേജ് ഉണ്ടാക്കിയാൽ ധാരാളം കാര്യങ്ങൾ, പിന്നെ അവസാനമായി കുറേ എണ്ണം നമ്മൾ ഇടവരുത്തി ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ നമ്മൾ അതിൽ വെച്ചിട്ടില്ല. അതൊക്കെ കുറേ എണ്ണം നമുക്കത് പിന്നീട് നമുക്ക് ശരിയാക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരുന്നുള്ളൂ. ധാരാളം സമയത്ത് ഓരോന്ന് കാണുമ്പോൾ അപ്പോൾ സെറ്റ് ചെയ്യുക, പല കാര്യങ്ങളും ഒപ്പം ചെയ്യേണ്ടി വരുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ ഖുർആൻ പഠനം എന്ന ഒരു വിഷയം ഒരു പേജ് നമ്മൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ വിശ്വാസപരമായുള്ള വേറൊരു പേജ്, നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും, പിന്നെ അതുപോലെ കർമ്മശാസ്ത്രം, മദ്ഹബിൽ ഷാഫി ഫിഖുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതിൻ്റെ ഓരോ സെറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നല്ലൊരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ പിന്നെ ഇത് ലോകവ്യാപകമായിട്ട് എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ ഇത് മതിയല്ലോ. അപ്പോൾ ഒരു സംവിധാനം ഇത് വളരെ നല്ലൊരു പദ്ധതിയാണ്. കാരണം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എന്തൊക്കെ ഇത് വെക്കണമെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തൊക്കെ ഹെഡിങ് കൊടുക്കണം, ഏതൊക്കെ അറിവുകളാണ് ഇതിൽ കൊടുക്കേണ്ടത്, ഏതൊക്കെ ആളുകളിലേക്ക് അവർക്ക് ഏതൊക്കെ നിലയ്ക്ക് ഇത് ഉപയോഗപ്പെടുത്താം, ഇങ്ങനെ. അപ്പോൾ നമ്മൾ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ, അതുപോലെ പലതും നമ്മൾ എന്ത് ചെയ്യാം, മുമ്പുണ്ടാക്കിയ PDF-മായി ലിങ്ക് ചെയ്തോ, അല്ലെങ്കിൽ വേറെ യൂട്യൂബിൻ്റെ, അല്ലെങ്കിൽ പിന്നെ എല്ലാ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മറ്റെല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഇതൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഒരു കർമ്മശാസ്ത്രപരമായ അറിവുകൾ, പിന്നെ വേറൊന്നാണ് നമ്മൾ ഈ അഖ്ലാഖ്, സ്വഭാവ സംസ്കരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും ഇവിടെ നമ്മൾ കുറേ എണ്ണം ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൽ അത് നമുക്ക് ആവശ്യമില്ലത് ഏതാണെന്ന് വെച്ചാൽ ഇപ്പുറത്തേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇങ്ങനെയാണ് നമ്മൾ അധികം സെറ്റ് ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിന് ഏത് കോളെടുത്ത് കണ്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ച് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ധാരാളം കാര്യങ്ങൾ ഇവിടെ ഖുർആൻ പഠനം, അതുപോലെ വിശ്വാസശാസ്ത്രം, കർമ്മശാസ്ത്രം, അതുപോലെ സ്വഭാവ സംസ്കരണ ശാസ്ത്രം എന്നിങ്ങനെ 4 വിഭാഗത്തിലായിട്ട് നമ്മളിത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു പദ്ധതിയായിട്ടാണ്. ഗൂഗിൾ ഷീറ്റ് ഇങ്ങനെ നല്ലൊരു സംവിധാനം ഒറ്റ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമ്മൾ ഒഴിവനുസരിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് പിന്നീട് വികസിപ്പിച്ച് വളരെ നല്ല രൂപത്തിൽ കൊണ്ടുപോയാൽ അത് വളരെ ധാരാളം ആളുകളിലേക്ക് ഇത്തരം അറിവുകൾ എത്തിക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.